ഇന്നെപ്പറ്റി ആൾക്കാർ ജിങ്സ് എന്ന് വെറുതെ പറയല്ല എന്ന് ഇന്നത്തോടെ എനിക്ക് മനസ്സിലായിട്ടോ. ഫ്ലാഷ് ബാക്ക്. ഓർക്കിനി വല്ല എന്താ പറയാ ബാർസനെ റയലിനൊക്കെ ഓപ്പണൻസ് ആയി കൊടുക്കേണ്ടി വരും. ഓർക്ക് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ കിട്ടണമെങ്കിൽ അത്രയും സിമ്പിൾ അവർക്ക്. എന്തായാലും നന്നായി വരട്ടെ, നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം. End of flashback. 5-0 ചാമ്പി വിട്ടു സ്പോർട്ടിംഗ് CP. ഇന്റെ ക്രഷിനോട് ചെയ്ത പോലെ ഒരു ദയാ ദാക്ഷിണ്യം കാരുണ്യം ഒന്നുമില്ലാതെ പൊട്ടിച്ച് അങ്ങോട്ട് വിട്ടു. 3 ഗോളിന്റെ ഫസ്റ്റ് ലെഗിലെ ലീഡും കാര്യങ്ങളൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, 5-3 ടോട്ടൽ ഇവർ തോറ്റ് പുറത്തായി. പോർട്ടോ ക്ലിംറ്റ്, താങ്ക് യു ഫോർ യുവർ സർവീസ്. കുറച്ച് നല്ല മൊമെന്റ്സ് ഞങ്ങൾ ഇന്നാലും ഒന്ന് പ്രതീക്ഷിച്ചു ചാമ്പ്യൻസ് ലീഗിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ പോവുകയാണോന്ന്. ഇല്ല, ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുഞ്ഞി എന്താ പറയുക നന്മയുള്ള നോർവേത്തെ മഞ്ഞ് മലനിരകൾക്കിടയിലെ കാർഷിക കുടുംബത്തിലേക്ക് എല്ലാവർക്കും മടങ്ങി പോവാം. ഓക്കെ, കളിനെ കുറിച്ച് കുറെ ഒന്നും പറയാനില്ല. ഓക്കെ, 36 ഷോട്ട്, 14 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഇറ്റങ്ങൾ വേണമെന്ന് വെച്ചെന്നെ കളിച്ചു. ഓക്കെ, സ്പോർട്ടിങ്ങിന്റെ പ്ലേയേഴ്സ് ഡിഫെൻസീവ്ലി ആയാലും ഒഫെൻസീവ്ലി ആയാലും 110% എഫേർട്ട് ഇട്ട് അങ്ങോട്ട് കളിച്ചു. ഡിഫെൻഡ് ചെയ്യുക, ഒപ്പണൻസിനെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മുടെ ബോർഡോ വരേണ്ടത്. അവർക്കിങ്ങനെ കഷ്ടപ്പെട്ട് ഗോൾ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷേ എന്തപ്പോൾ ചെയ്യുക, സ്പോർട്ടിങ് 5 ഗോൾ അങ്ങോട്ട് അടിച്ചു. ഇവർക്കാണെങ്കിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് എക്സ്ട്രാ ടൈമിൽ 2 ഗോളും കൂടെ കൺസീഡ് ചെയ്ത് ഗുഡ് ബൈ പോരോ സ്പോർട്ടിംഗ് CP. ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ലേനു, ബട്ട് യു ഗൈസ് ഡിഡ് ഇറ്റ്. ഓക്കെ, ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് സീസണിലെ ബിഗ്ഗസ്റ്റ് റൊമൻറ്റിറ്റീസ് അത് സ്പോർട്ടിങ്ങിന്റെ ഭാഗത്തുനിന്നാ. ഇനി വേറെ ആരും റൊമൻതാദ എന്നൊന്നും പറഞ്ഞു വരണ്ട. ഇക്കൊല്ലത്തെ സ്ക്രിപ്റ്റ് കഴിഞ്ഞു. റൊമൻതാദ എന്ന് പറഞ്ഞ് നടന്ന മറ്റൊരു ടീമാണ് ചെൽസി. അവർക്ക് കുറച്ച് പ്രതീക്ഷ കണ്ടേന് കേട്ടോ, വേൾഡ് ചാമ്പ്യൻസ് ആണല്ലോ ഓര്. ബട്ട് എനിവേ 3 എക്സ്ട്രാ കിട്ടിയിട്ടോ. ടോട്ടൽ 8-2 ചെൽസി തോറ്റിട്ടുള്ളത്. ഒരു ചാൻസ് ഇല്ലേനു. കാരണം മാച്ചിന്റെ തുടക്കത്തിൽ തന്നെ ഇവര് ഡിഫൻഡറുടെ ഒരു മിസ്റ്റേക്കിൽ 1 ഗോളും കൂടെ കൺസീഡ് ചെയ്തു. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ? ആൻഡ് ചെൽസി പ്ലേയേഴ്സിന് അതിന് മാത്രമുള്ള എന്താ പറയാ വീറും വാശിയും പാഷൻ അതൊന്നുമില്ല. ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയിട്ടുള്ള PSG അവരുടെ ക്വാളിറ്റിയിൽ ഓരോരു വൈബിന് ഇങ്ങനെ കളിച്ചു. ചെൽസി ഇങ്ങനെ നിന്ന് കൊടുത്ത്. ബാർക്കോല എഗെയിൻ കഴിഞ്ഞ മാച്ചിൽ ഫസ്റ്റ് ലെഗിലും ആളൊരു കിഡിലൻ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാച്ചിലും അതേപോലെ തന്നെ ഒരു വോളി ടൈപ്പ് ഓഫ് അടിപൊളി ഗോൾ. 1% ചാൻസ്, 99% ഫെയ്ത്ത് എന്ന് പറഞ്ഞ മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ് റയൽ മാഡ്രിഡിനെ 4 ഗോളിന് തോൽപ്പിച്ച് ഒരു ബിഗ് റൊമൻതാദ നടത്താനായിരുന്നു അവരുടെ പ്ലാൻ. ആൻഡ് മാച്ചിന്റെ ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ അത് തീർന്നു. ബെർണാഡോ സിൽവ മണ്ടത്തരാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് റെഡ് പ്ലസ് റയൽ മാഡ്രിഡിന് അനുകൂലമായിട്ടുള്ള ഒരു പെനാൾട്ടി ആളുടെ ഒരു ഹാൻഡ് ബോളിലൊക്കെ ആയിട്ട്. ആൻഡ് വിനി സ്കോർസ് ദാറ്റ് പെനാൾട്ടി. റയൽ 4 ഗോളിന്റെ ലീഡായി. കളിന്റെ വൈബും പോയി. കാരണം ഗോളും കൺസീഡ് ചെയ്ത് ഒരു റെഡ് കാർഡും കിട്ടി. എടുത്ത് തന്നെ പറയേണ്ട 2 കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഒന്ന് വിനീഷ്യസ്. ഈ ഒരു മാച്ചിൽ ആളെ സംബന്ധിച്ച് ഒരു 4-5 ഗോള് അടിക്കാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. വിനിനെ പോലുള്ള ഒരു പ്ലെയർ എക്സ്പെഷ്യലി ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് മാച്ചസിൽ ഇങ്ങനെ ഉഴപ്പുന്ന ടൈപ്പ് ഓഫ് ഫിനിഷിംഗ് ഒന്നും അങ്ങനെ കളിക്കരുത്. ഓക്കെ, സംഭവം ആളി മാച്ചിൽ 2 ഗോൾ അടിച്ചു. റയലിന്റെ 2 ഗോളും ആളിനെയാണ് അടിച്ചത്. ആൻഡ് കുറച്ച് റിവെഞ്ച് മോഡിലുള്ള സാധനങ്ങളൊക്കെ ആൾ എടുത്തിട്ടുണ്ട്. ആ പണ്ടത്തെ ബാലൻഡോർ റോഡ്രി ക്രൈ ആ സംഭവത്തിനൊക്കെ ബേസ് ചെയ്തിട്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു പോസ്റ്റിന്റെ മുന്നിലെത്തുമ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും ഇങ്ങനെ കളിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നുള്ളൊരു സംഭവം എന്താണെന്നറിയോ, ബെർണാഡോ സിൽവന്റെ റെഡ് കാർഡ് അതില്ലാന്നുണ്ടെങ്കിൽ റയലിനെ സിറ്റി വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടാവും ഈ ഒരു മാച്ചിൽ. ഒരാളെ കുറച്ച് വെച്ച് കളിച്ചിട്ട് പോലും മാച്ചിൽ ഭൂരിഭാഗം സമയത്തും സിറ്റിക്ക് ഒരു അപ്പർ ഹാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. സിറ്റി പ്രതീക്ഷയെക്കാളും നന്നായിട്ടുള്ള ഒരു കളിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്, എക്സ്പെഷ്യലി അവരുടെ ചില പ്ലേയേഴ്സ് ഒക്കെ. ഇനിയിപ്പോ അതൊന്നും കുറെ പറഞ്ഞിട്ട് കാര്യമില്ല. നോ റൊമൻതാദ ഫോർ സിറ്റി, ദേ ആർ എലിമിനേറ്റഡ്. ആൻഡ് റിയൽ മാഡ്രിഡ് ഓൺ ടു ദ നെക്സ്റ്റ് റൗണ്ട്. ബയറിന്റെ മുന്നിൽ പെടുക്കും എന്നുള്ളതാണ് പൊതുവെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് ഇപ്പൊ തന്നെ വരുന്നത് കേട്ടോ. പക്ഷേ സിറ്റിന്റെ കേസിലും എല്ലാവരും അതാണ് എക്സ്പെക്ട് ചെയ്തത്. റയൽ മാഡ്രിഡ് ആണ്, ചാമ്പ്യൻസ് ലീഗ് ആണ്. ആ ഒരു ഫാക്ടർ മാറ്റി നിർത്തിയ ബയൺ ഷുഡ് വിൻ. ഓക്കെ, ഫുട്ബോൾ മാത്രം നോക്കുകയാണെങ്കിൽ ബയൺ ഷുഡ് വിൻ ദിസ് മാച്ച്. പക്ഷേ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ആ ഒരു ഫിക്സ്ചർ വരുമ്പോൾ അറിയാം. പ്രീമിയർ ലീഗിലെ പറയിപ്പിക്കാത്തൊരു ടീം ആഴ്സണലാണ്. ഓക്കെ, അവർ 2-0 ലെവർകൂസനെ തോൽപ്പിച്ച് നെക്സ്റ്റ് റൗണ്ടിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ബട്ട് വി ഡു നോട്ട് കെയർ. ആകെ പറയാനുള്ള ഒരു കാര്യം, ലെവർകൂസന്റെ കീപ്പർ ട്രൈഡ് ഹിസ് ബെസ്റ്റ്.
ആ ഒരു എസയുടെ കണ്ണും ചിമ്പിള്ള ഷോട്ട്, ആ ഒരു കിണ്ണം കാച്ചി ഗോൾ വരുന്നവരെ ഹി ട്രൈഡ്. 10 ടോട്ടൽ സേവ്സ്, അതിൽ 7 ഫ്രം ഇൻസൈഡ് ദ ബോക്സ്. ലെവർകൂസനെ ഈ ഒരു ഗെയിമിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇയാൾ മാക്സിമം ഒക്കെ നോക്കിയിട്ടുണ്ട്. 63-ാം മിനിറ്റിൽ റൈസ് കൂടെ സ്കോർ ചെയ്തപ്പോൾ ആഴ്സണലിനെ സംബന്ധിച്ച് കളി അവരുടെ ഗ്രാസ്പിലായിട്ടുണ്ടായിരുന്നു. അവർക്ക് ഗോൾ അടിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, ഡിഫെൻഡ് ചെയ്യാൻ ഒരു പണിയില്ല. അടുത്ത ടോപ്പിക് ഇല്ലേ, അതൊരു സംഭവമാണ്. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ലെറ്റ്സ് വെൽക്കം ഫേസ് ഉള്ള AMD. ഇനി എനിക്കൊന്നും കൂടെ വോയിസ് ഓവർ ഒന്നും ചെയ്യാൻ വയ്യ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളി. ദിസ് ഈസ് ജസ്റ്റ് ക്രേസി. നമ്മളൊക്കെ എന്താ വിചാരിച്ചത്, ഇന്ന് ബോഡോ ഗ്ലിംറ്റിനെ സ്പോർട്ടിങ് 5 പഞ്ഞി കിട്ടതും അല്ലെങ്കിൽ റയൽ പിന്നെയും സിറ്റിനെ തോൽപ്പിച്ചതൊക്കെ ആവും എന്ത് ഫുട്ബോളിലെ ഇന്നത്തെ ഹെഡ്ലൈൻസ് എന്നല്ലേ? നോ. കാരണം എന്താ, അതിനിടയിൽ കൂടെ ഒരു സർപ്രൈസ് എൻട്രി, റോളക്സിനെ വെല്ലുന്ന കാമിയോ പെർഫോമൻസ് ബൈ ആഫ്രിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ. ഇവര് വന്നിട്ട് 2 മാസം മുന്നേ നടന്ന ഒരു ഫൈനലിന്റെ റിസൾട്ട് ഇപ്പോ മാറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ആഫ്കോൺ ഫൈനൽ സെനഗൽ വേഴ്സസ് മൊറോക്കോ. അതിൽ നടന്ന അബ്സല്യൂട്ട് ചേട്ടാ ആ മൊമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഇല്ലേ? ടവല് പിടിക്കുന്നതും കളിന്റെ ലാസ്റ്റ് മിനിറ്റിൽ വെച്ചിട്ട് മൊറോക്കോക്ക് അനുകൂലമായിട്ട് പെനാൾട്ടി വരുന്നതും സെനഗൽ പ്ലേയേഴ്സ് പ്രതിഷേധിച്ച് 10-20 മിനിറ്റ് എന്താ പറയാ ഞങ്ങൾ കളിക്കൂല എന്ന് പറഞ്ഞ് വാക്കൗട്ട് നടത്തിയതും സാദിയോ മാനെ എല്ലാരെയും കൺവിൻസ് ചെയ്ത് സെനഗൽ പിന്നെയും പിച്ചിക്ക് തിരിച്ചു വന്ന് ഒരു കളി ജയിച്ചതും. അതിന്റെ ഇടയിൽ കൂടെ ബ്രഹീം ഡിയാസ് ആ ഒരു പെനാൾട്ടി പനയങ്കെടുക്കാൻ നോക്കി ഊമ്പിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എല്ലാം ഇല്ലേ? സെനഗൽ ആ ഒരു മാച്ച് ജയിച്ചു, ഒരു ട്രോഫി ഏറ്റും ഓരോ നാട്ടിൽ പോയി സെലിബ്രേഷനും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇപ്പൊ 2 മാസം കഴിഞ്ഞപ്പോ ഇവര് വന്നിട്ട് പറയാ അന്ന് ഓര് ചെയ്തത് തെറ്റ്. ഓക്കെ, ആ ഒരു മാച്ച് ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫൈനലിലെ ജയം മൊറോക്കോക്ക് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഫുട്ബോളിലൊക്കെ മാച്ച് ക്വിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3-0 റേജ് ക്വിറ്റ് സ്കോർ കാർഡ് കിട്ടൂലേ? അതേപോലെ മൊറോക്കോ 3-0 മാച്ച് ജയിച്ചു എന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. സീരിയസ് ആയിട്ട് റൂൾസ് അനുസരിച്ചിട്ട് മൊറോക്കോക്ക് ബി ഇത് കൊടുക്കേണ്ടി വരാതിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ എന്തിനാ 2 മാസം കാത്തിരുന്നത്? നമുക്ക് വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് കൊടുത്താൽ പോരേനോ? എടാ വയ്യേ നിങ്ങൾക്കൊന്നും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ സെനഗലിന് കൊടുത്ത ട്രോഫി ഒക്കെ പിടിച്ച് വാങ്ങി തിരിച്ചിങ്ങോട്ട് എനിക്കറിയില്ല. അതോ ഇനി വേറെ മെഡൽസ് ഉണ്ടാക്കിയിട്ട് ഇനി മൊറോക്കോക്കാർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കുവോ? എങ്ങനെ കാര്യങ്ങള്? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. വല്ല ആവശ്യം ഉണ്ടേനോ ഇപ്പൊ ഒന്നുമില്ല. ബട്ട് ലൈക്ക് സീരിയസ്ലി ഇങ്ങനെ ഒരു ഡിസിഷൻ ഇപ്പൊ കൊണ്ടുവരുന്നോണ്ട് ആർക്കാണ് മെച്ചെന്ന് പോലും എനിക്കിപ്പോഴും മനസ്സിലായില്ല. കാരണം ആരാണ് ശരിക്ക് കംപ്ലൈന്റ് കൊടുത്തത്? മൊറോക്കോന്റെ കുറച്ച് ആൾക്കാരല്ലാതെ. നിങ്ങൾക്ക് എന്തെങ്കിലും തിയറി ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യ്. അത്രക്കുള്ളൂ. ബൈ.